വർഷങ്ങളോളം കേടാവാതിരിക്കുന്ന ഇഞ്ചിപ്പുളി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇഞ്ചി, പച്ചമുളക് 250 ഗ്രാം എടുക്കുക, അത് ചെറുതായി മുറിക്കുക. അതിനോടൊപ്പം തന്നെ പുളി 250 ഗ്രാം എടുക്കുക, അത് നല്ല കട്ടിയായിട്ട് പിഴിഞ്ഞെടുക്കുക, കുറച്ച് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുക്കുക. ഇതുണ്ടാക്കാനായിട്ട് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഇത് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇഞ്ചിപ്പുളിക്ക് ടേസ്റ്റ് കൂടുന്നത് മൺചട്ടിയിൽ വയ്ക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇതിനെ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ പിഴിഞ്ഞ് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പുളിയുടെ വെള്ളം ഇതിലേക്ക് ചേർക്കുക. പുളി നന്നായി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി ഓരോ സ്പൂൺ വീതം ചേർക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്കിതിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. പൊടികളിട്ട് നന്നായി തിളയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരം ചേർക്കാം. ഇവിടെ 250 ഗ്രാം വെല്ലമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്കതിന് പകരം പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. മധുരം നിങ്ങൾക്കനുസരിച്ചിട്ട് വ്യത്യാസം വരുത്താം. നന്നായി കുറുകി വരുന്ന സമയത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവ, എള്ള്, കായം ഇത് മൂന്നും കൂടി ചേർത്ത് പൊടിച്ച് അതിലേക്ക് ഇടേണ്ടതാണ്. അതിനുശേഷം നമുക്കിത് ഇറക്കി വയ്ക്കാം. വീഡിയോയിൽ അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്, നിങ്ങളത് ആഡ് ചെയ്യുക. ഇനി അവസാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് കടുക് പൊട്ടിച്ചൊഴിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക്, ഉണക്കമുളക്, കറിവേപ്പില ഇത് മൂന്നും അത് ചേർത്തിളക്കി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഇടരുത്, കറിവേപ്പിലയിൽ വെള്ളമുണ്ടാവും. ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം പോയതിന് ശേഷം മാത്രമേ ഇഞ്ചിപ്പുളിയിലേക്ക് നമുക്കിത് ഇടാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇഞ്ചിപ്പുളി നമുക്ക് വർഷങ്ങളോളം ഫ്രിഡ്ജ് ഇല്ലാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇഞ്ചിപ്പുളി എടുക്കുന്ന സമയത്ത് സ്പൂണിൽ ഒരിക്കലും വെള്ളം ഉണ്ടാവരുത്. അങ്ങനെ വരുമ്പോൾ ഇഞ്ചിപ്പുളി പെട്ടെന്ന് കേടാവാനുള്ള സാധ്യത കൂടുതലാണ്. നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് ഇറക്കി വെച്ചിട്ടുള്ള ഇഞ്ചിപ്പുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. മധുരം നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് മധുരം കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായി ചേർത്തിളക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി വയ്ക്കാം. ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.